സോ ഗൈസ് ഇപ്പോൾ കളി നടക്കാൻ പോവാണ്. സോ 8:30 മണിക്കാണ് കളി. നമുക്ക് രാത്രി അപ്പോൾ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണത്. പിന്നെ ഗൈസ് വേറെ ഒന്നുമല്ല, കാരണം നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ബേസിൽ ജോസഫ് ഒരുപാട് നടന്മാർ സംവിധായകന്മാർക്ക് അർജന്റീന ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആശംസകളായി എത്തിയിരുന്നു. സോ ഇപ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു കാര്യം എത്തി ഗൈസ്. ഇതൊന്നും കേട്ടപ്പോൾ ഗൈസ് ഒരുപാട് സന്തോഷമുണ്ട്. സോ നിങ്ങൾ എന്തായാലും വീഡിയോ കണ്ടു വരെ വീഡിയോക്ക് മാക്സിമം ലൈക്ക് അടിച്ചാൽ വളരെ കഷ്ടപ്പെട്ടെടുത്തൊരു വീഡിയോ ആണ്. അല്ല, ഞാനും അതെ നിങ്ങളെ എല്ലാവരെയും പോലെ ഒരു എക്സൈറ്റ്മെന്റിൽ തന്നെയാണ്. ഞാൻ വേൾഡ് കപ്പ് ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് ബ്രസീലിലൊക്കെ വെച്ച്. ഒരു വലിയൊരു ആഘോഷമാണ്. ഒരു ഇവന്റ് അല്ലേ. അപ്പം എസ്പെഷ്യലി എൻറ്റിറ്റി വൈസ് ഒരു ചെറിയ സ്ഥലമാണ് കമ്പയർഡ് ടു ബാക്കി നടന്ന വേൾഡ് കപ്പിലെ ദോഹ. ഇത് ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് ഞാനിവിടെ വന്നിരുന്നു എൻ്റെ ഒരു പാട്ട് പ്രസന്റ് ചെയ്യാൻ. ബട്ട് അവർ ഏറ്റവും മേഡ് ഇറ്റ് ഇൻ സച്ച് എ വേ, ഒരു അൺബിലീവബിളായിട്ട് അതിനെ ഓർഗനൈസ് ചെയ്തു. ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഹൗ ദേ ക്യാൻ. പക്ഷേ ഈ കൺട്രി അതിനെ ഏറ്റവും നന്നായിട്ട് ഓർഗനൈസ് ചെയ്തു ഇന്ന് വരെ. അതാണ് ഫൈനൽസ്. സോ എല്ലാം ഒരു എന്താ പറയേണ്ടത്, വെരി വെൽ ഓർഗനൈസ്ഡ്. അതിൽ പുറകെ പ്രവർത്തിച്ച എല്ലാവർക്കും നമുക്ക് ആൻഡ് മലയാളികളുടെ സാന്നിധ്യം ഭയങ്കരമായിട്ടുള്ളൊരു സ്ഥലമാണ് ദോഹ. ഒരുപാട് പേര് വേൾഡ് കപ്പിന് എനിക്ക് തോന്നുന്നു ഒരു 30% മലയാളി കേരളീസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞുള്ള സന്തോഷത്തിലാണ്. ഞാൻ വളരെ ദൂരെ നിന്ന് ട്രാവൽ ചെയ്ത് വന്നതാണ്. ഞാൻ മൊറോക്കോയിൽ നിന്ന് വരികയാണ്. ഞാൻ ഇത് കഴിഞ്ഞ ഉടനെ തിരിച്ചു പോകും. മൊറോക്കോയിൽ എല്ലാ സമയത്തും മൊറോക്കോ 3 ഗെയിമും ജയിച്ചിരിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങളെല്ലാം അവിടെ ഉള്ളത്. ആൻഡ് ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഇന്ന് ആരാ ജയിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല, അതൊരു ഗെയിമാണ്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ എംഫസൈസ് ചെയ്ത് പറയാൻ പറ്റുന്നത് ദിസ് കൺട്രി ഹാസ് മെയ്ഡ് ദിസ് ഇവന്റ് ഇൻ സച്ച് എ വേ. ദേ ഹാവ് മെയ്ഡ് ഇറ്റ് വണ്ടർഫുള്ളി. അവരുടെ ട്രാവൽ ആയാലും അവരുടെ ട്രാൻസ്പോർട്ട് ആയാലും ഇവിടെ വരുന്ന ആൾക്കാരും അവരുടെ ഗസ്റ്റും എല്ലാം ഫാൻസും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടൊരു ഇത്ര ചെറിയൊരു സ്ഥലത്ത് നിന്നിട്ട് ഇത്രയും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടൊരു കാര്യം ചെയ്തതിന്റെ ക്രെഡിറ്റ് ഗോസ് ടു പീപ്പിൾ ഹു വർക്ക്ഡ് ആൻഡ് ഫോർ ദ കൺട്രി. ലാലേട്ടൻ ഒരുപാട് ഫുട്ബോൾ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഒരുപാട് ലെജൻസിന്റെ അവസാന വേൾഡ് കപ്പും കൂടിയാണ്. മെസ്സി, റൊണാൾഡോ അവരെയൊക്കെ എത്രത്തോളം മിസ് ചെയ്യും ഫുട്ബോൾ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് മെസ്സിയാണ് ഇന്ന് കളിക്കുന്നത്. ഞാൻ മെസ്സി കളിക്കുന്ന കണ്ടിട്ടില്ല ലാസ്റ്റിൽ ഒരു അർജന്റീന ജർമ്മനിയൊക്കെ. തീർച്ചയായിട്ടും ഇപ്പം ലെജൻസ് ആയാലും അവർ ദേ സ്റ്റേ അല്ല. അവർ ഈ ഫുട്ബോളുള്ള ലൈക്ക് പെലെ മറ്റേ മറഡോണ പോലെ അവരെല്ലാം ഈ ഫുട്ബോളുള്ള സമയം എത്ര കാലം ഉണ്ടോ അത്രയും ഒരു വലിയൊരു മുദ്ര പതിപ്പിച്ച ആൾക്കാരാണ്. അപ്പം ഇനിയും നമുക്ക് വെയിറ്റ് ചെയ്യാം ആരാണ് ജയിക്കാം. ഇന്നത്തെ മത്സരത്തിന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? പ്രതീക്ഷിച്ചുകൊണ്ട് കളി കാണാൻ പോകുന്നില്ല. അല്ല, ഇന്ന് മെസ്സിയുടെ അവസാന ലോകകപ്പ് മത്സരമാണ്. ഇതൊന്നും പറയണ്ട, അവസാന ലോകകപ്പ് മത്സരമാണെന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ ഗെയിം അല്ലേ. ലാസ്റ്റ് മിനിറ്റിൽ ഒരു മിനിറ്റിനുള്ളിൽ ലാസ്റ്റ് ഒരു 30 സെക്കൻഡ്സ് എന്ത് സംഭവിക്കാം. ആ ഗെയിമിന്റെ സർപ്രൈസ് അതാണ്. ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഈ ലോകകപ്പിൽ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ടീം ഉണ്ടായിരുന്നോ? അങ്ങനെയല്ല. നമ്മൾ ഗെയിം കാണുമ്പോൾ ആ മൊമെന്റിലല്ലേ നമ്മൾ ഏറ്റവും നന്നായിട്ട് കളിക്കുന്ന ടീമാണ് ജയിക്കുന്നത്. ഓരോ നിങ്ങൾ ഡ്രസ് ഇട്ടിട്ടാണ് നിൽക്കുന്നത്. അതെ അതെ, ഞാൻ അർജന്റീനയുടെ ഒരു ആരാധകനാണ്. അപ്പൊ ആയിക്കോട്ടെ, അങ്ങനെ ഓരോരുത്തരുടെ പ്രതീക്ഷയല്ലേ. എനിക്ക് അങ്ങനെ ഗെയിം കാണുന്നതിന്റെ ഒരു ത്രില്ലറാണ്. അല്ലല്ല, നിരാശപ്പെടും. അതെ, പക്ഷെ പൊതുവെ കേരളത്തിന്റെ ഒരു വൈബ് അർജന്റീനയ്ക്കും മെസ്സിക്കും ഒപ്പമാണെന്ന് തോന്നുന്നു. അങ്ങനെ നടക്കട്ടെ, അങ്ങനെയല്ലേ പറയാൻ പറ്റും. എന്നാലും ഒന്നും തുറന്നു പറയാനില്ല. ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ ദിവസത്തെ ഒരു ഫീലാണോ? ആരും എന്തും സംഭവിക്കാം. ലെറ്റ് ഇറ്റ് ഹാപ്പൻ. ഓക്കെ, താങ്ക് യു. നിങ്ങൾ കേട്ടോ? അതുപോലെ തന്നെ എന്താ തോന്നുന്നു അതുപോലെ തന്നെ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ശരി സാർ. സോ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത ദിവസം കാണാം. ബൈ ബൈ.